ഹലോ ഗൈസ്, ഇപ്പോൾ രാത്രി സമയം 1:30. ഈ ആ സമയത്ത് കലഹിക്കുന്ന രണ്ടുപേർ കാണുന്നുണ്ടോ? ഈ 1:30 സമയത്ത് ഇവരെന്തിനാണ് ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുന്നത്? ഇതെല്ലാം കണ്ട് ആകാംക്ഷയോടെ വിറങ്ങലിച്ചു നിൽക്കുകയാണ് നമ്മുടെ സുട്ടുമണി. എന്താണ് ഇവിടെ നടക്കുന്നത്? എന്താണ് നിങ്ങളുടെ പ്രശ്നം? ടെൽ മീ ഗൈസ്, എന്താണ് പ്രശ്നം? പറയൂ. കോട്ടേട്ടാ, അവിടെ ഇരുന്നോ, ഞങ്ങളുടെ കൂടെ വരണ്ട എന്ന് പറഞ്ഞിട്ട് പുറകെ വരുന്ന ആരാണ് നീ? അപ്പോൾ സുഹൃത്തുക്കളെ, 2-3 ദിവസമായി ഞാനിവിടെ എറണാകുളത്തെത്തിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഡേയ്സൊക്കെ വെച്ചിട്ട് വ്ളോഗ് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെയാണ് ഞാനിത് ചെയ്യുന്നത്. ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട് നൈറ്റ് പുറത്തിറങ്ങി ചായ കുടിക്കാൻ പോയതിൻ്റെ ഒരു വിഷ്വലാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ പുറകിലിരുന്ന് ഹായ് കാണിക്കുന്നത് ആരാണ്? എനിക്കറിയത്തില്ല. ഇവൾ ഈ ഇടയ്ക്ക് ഇൻസ്റ്റയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണല്ലോ ഈ മസ്ക ബണ്ണ് ചേച്ചി ഉണ്ടാക്കണ, ഇവർ കപ്പിൾസ് ആയിരുന്നു ഉണ്ടാക്കണത്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോയും കൂടി ഞാനിവിടെ ആഡ് ചെയ്തു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കഴിക്കാൻ പോയതിൻ്റെ. അപ്പം ഓരോ ഡേയിലും നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാനിതിലിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു വ്ളോഗ് പോലെ സംഭവം ഞാൻ ചെറിയ ഷോർട്സ് ആയിട്ട് ഇടാമെന്നായിരുന്നു വെച്ചത്. പിന്നെ ഇത് കുറച്ച് എടുത്ത് വെച്ചപ്പോൾ ഒരുപാട് ലോങ് വീഡിയോസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ഒന്നാക്കി ഒരു മെമ്മറി പോലെ വ്ളോഗാക്കി ഇടാമെന്ന് വെച്ചു. ഇത് നമ്മൾ നൈറ്റ് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ്. ഇപ്പോൾ ഒരു നൈസായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ്, കായലിൻ്റെ ഒക്കെ ഏകദേശം അടുത്തായിട്ട് വരുന്നൊരു റെസ്റ്റോറൻ്റാണ്. ഇവിടെ നല്ല സീ ഫുഡൊക്കെ കിട്ടും എന്നറിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ വന്നതാണ്. ഇതാണ് റെസ്റ്റോറൻറ്റ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത്രയും പേരുണ്ട് കേട്ടോ, കുറേ പേരുണ്ട്. ഞാൻ മാത്രമല്ല, കാണുന്ന പോലെയല്ല, കുറേ പേരുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഗൈസ്. നമ്മളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഫുഡ് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പറയാം കേട്ടോ ഒരു കാര്യം, ഞാൻ ഈ എറണാകുളം വന്നിട്ട് 2-3 ദിവസത്തെ വീഡിയോസ് ഷോർട്സായി ഇടാമെന്ന് വെച്ചതാണ്. പിന്നെ അത് കുറേ എടുത്ത് വെച്ചപ്പോൾ ഒരുപാട് വീഡിയോസായി. അങ്ങനെ ഇതെല്ലാം കൂടെ ആക്കി ഒരു വ്ളോഗ് പോലെ ആക്കി ഇടാം എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു അവർ ഓർഡർ ചെയ്തിരുന്നത്. എന്താണ്ടൊക്കെയോ ഓർഡർ ചെയ്തു. എനിക്കങ്ങനെ ഫുഡിൽ വലിയ ക്രേസ് ഇല്ലാത്തതുകൊണ്ട് മീനായിരുന്നു. എനിക്ക് മീനിനോടും വലിയ താല്പര്യമില്ല. എന്താണെന്നറിയില്ല, ഞാനങ്ങനെ വലിയ ഫുഡി ഒന്നുമല്ല. ആവശ്യത്തിന് ഇത്തിരി കഴിക്കുന്നല്ലാണ്ട് അതെനിക്ക് കാണാനുമുണ്ട്. അങ്ങനെ ഏതാണ്ടൊക്കെയോ ഓർഡർ ചെയ്തു. ഞാനാകെ ഇപ്പോൾ കഴിക്കുന്നത് ചെമ്മീൻ റോസ്റ്റും പിന്നെ പൊറോട്ടയുമാണ്. അത് കഴിഞ്ഞ് നേരെ നമുക്ക് ഡിഫറെൻറ്റ് ഫ്ലേവറിലുള്ള ജ്യൂസ് വന്നു. ഞാൻ പറഞ്ഞത് വാട്ടർമെലൻ്റെ ആണ്. അങ്ങനെ ആ ദിവസം അങ്ങനെ കഴിഞ്ഞു. പിറ്റേ ദിവസം നമ്മൾ പോകുന്നത് സിനിമയ്ക്ക് പോവാം എന്ന് കരുതി. അങ്ങനെ നമ്മൾ ഊബർ ബുക്ക് ചെയ്തു, നേരെ സിനിമയ്ക്ക് പോവുകയാണ് ഗൈസ്. മൂവി ഏതാന്ന് വെച്ചാൽ കളങ്കാവൽ. ഈ അടുത്തൊന്നും ഇത്രയും ആകാംക്ഷയോടെ ഞാനൊരു സിനിമ കണ്ടിട്ടില്ല. അത്രയും ത്രില്ലർ മൂവിയായിരുന്നു, ഒരു രക്ഷയില്ല. വിനായകൊക്കെ വേറെ ലെവൽ റോളാണ് ഇതിലുള്ളത്. അങ്ങനെ മൂവിയൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോൾ മെല്ലെ ഒരു ചായയും കുടിച്ച് റൂമിലോട്ട് മെല്ലെ ചലിച്ചാലോ എന്നായി എല്ലാവരും. ചായ കുടി കഴിഞ്ഞപ്പോഴേക്കും തിരിച്ചു പോകാനുള്ള വണ്ടി എത്തി ഗൈസ്. ഇനി എൻ്റെ നെക്സ്റ്റ് ഡേയിലേക്ക് കടക്കാൻ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് ടാറ്റ ബൈ പറഞ്ഞ് പോവാണ്. അങ്ങനെ ഞാൻ വൈറ്റിലെ ബസ് സ്റ്റാൻഡിലെത്തി. അവിടെയുള്ള സെക്യൂരിറ്റി ചേട്ടനോട് വയനാട്ടിലോട്ട് ഇനി ബസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങേര് പറഞ്ഞു കറക്റ്റ് അറിയത്തില്ല, ഇവിടെയുള്ള സ്റ്റേഷൻ മാസ്റ്ററോട് ചോദിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ടേക്ക് പോയി അന്വേഷിച്ചു. ഞാൻ ഓൾറെഡി ബസ്സിൽ പോകാൻ വേണ്ടി ബുക്ക് ചെയ്തിരുന്നു. എന്നാലും നമുക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് എൻക്വയറി ചെയ്തതാണ്. അങ്ങനെ അതെല്ലാം അന്വേഷിച്ച് ഞാൻ ഒരു സ്ഥലത്ത് വന്നിരുന്നു. പിന്നെ എന്താണ്ടൊക്കെയോ ചിന്തിച്ചിങ്ങനെ ഇരുന്ന് ബസ് വരണമല്ലോ, അതുവരെ ഞാൻ എന്താണ്ടൊക്കെയോ ചിന്തിച്ച് ഓവർ തിങ്കിങ് ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ബുക്ക് ചെയ്ത ബസ് വന്നു. നൈറ്റായ പിന്നെ കോഴിക്കോടോട്ട് ബസ് കുറവാണ് എന്ന് തോന്നുന്നു. അവിടെ നല്ല തിരക്കും ഉണ്ട്. അങ്ങനെ ഞാൻ കോഴിക്കോട് എത്തി. കോഴിക്കോട് വരെ ബസ് ബുക്ക് ചെയ്തിരുന്നുള്ളൂ. നല്ല തിരക്കുണ്ട്, ഇലക്ഷൻ ആയതുകൊണ്ട്.
ഒരു ക്യൂരിയോസിറ്റിയിൽ കോഴിക്കോട് വരെ ബസ് ബുക്ക് ചെയ്ത് പിന്നെ സാധാരണ പോലെ വരാം എന്നൊരു ഇതിൽ ഞാൻ കയറിയതാണ്. കയറി നോക്കിയപ്പോൾ സീറ്റില്ല ഗൈസ്. അങ്ങനെ ഞാൻ മുന്നിലുള്ള ആ ഒരു ഇരിപ്പിടത്തിൽ ഡ്രൈവറുടെ തൊട്ടിവിടെയുള്ള ഒരു സംഭവം ഉണ്ടല്ലോ ഗിയർ ഇങ്ങനെ ആക്കണം, അവിടെ ഞാനങ്ങ് സ്ഥാനം ഉറപ്പിച്ചല്ലാണ്ട് എനിക്ക് വേറെ ഒരു നിവൃത്തിയേ ഇല്ലായിരുന്നു. വയനാട് ചുരം കഴിഞ്ഞു കേട്ടോ, എന്നിട്ടുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. ചുരം കഴിഞ്ഞു എന്ന് വെച്ചാൽ ബാക്കി അങ്ങോട്ട് ആ ഒരു ഗേറ്റ് അവിടെ ആ ഒരു എൻട്രി എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഞാൻ ഉറങ്ങിപ്പോയി.